ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി, ഇവിടെ കെ സുധാകരന്റെ അഭിപ്രായത്തെ, കെ സുധാകരൻ അൻവറിന് വേണ്ടി സംസാരിക്കുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിലമ്പൂരിൽ അതെങ്ങനെ വർക്കാവും? അത് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ കെ സുധാകരൻ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമാണ്. അപ്പൊ പറയുന്നതിനെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി കണക്കിലെടുക്കും. പക്ഷേ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തില് പെട്ടെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവായ കെ സുധാകരൻ PV അൻവറിനെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുന്നു. നമ്മുടെ PV അൻവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഈ രാവിലെ നമ്മൾ പറഞ്ഞത് കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പിന്നെ എന്താണ്, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും, 10 TMC മന്ത്രിമാരും മമതാ ബാനർജിയൊക്കെ വരും, ഭീഷണിയാണ്, അതൊക്കെ ഒരു ഭീഷണിയാണല്ലോ. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന, UDF-നെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയാണോ അഭിപ്രായം പറയേണ്ടത് എന്നുള്ളത് അല്ല, ശ്രീ സണ്ണിക്കുട്ടി, അവിടെയല്ലേ പ്രശ്നം? അപ്പൊ കോൺഗ്രസിനകത്ത് എടുത്തിരിക്കുന്ന തീരുമാനം മുഴുവൻ നേതാക്കളുടെയും നേതൃത്വത്തിന്റെയും ഒന്നും താല്പര്യപ്രകാരമോ കൂടിയാലോചനയിലോ അല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആണല്ലോ, നമ്മളിപ്പോ KPCC എക്സിക്യൂട്ടീവ് ചേർന്നിട്ടൊന്നും അല്ലല്ലോ തീരുമാനം എടുത്തു, ആണോ? അല്ലല്ലോ, അങ്ങനെ എടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ നേതാക്കള് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? അദ്ദേഹം പാർട്ടിയുടെ PCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോയതിനെ തുടർന്ന് അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് നിരാശയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെന്നല്ലാതെ എല്ലാം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതിയൊരു നേതൃത്വം വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഉത്തരവാദിത്വമാണ്, അവരിത് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഓരോ ആളുകൾ ഇങ്ങനെ, കോൺഗ്രസിന്റെ രീതി അതാണല്ലോ, ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുത്ത ഉടനെ അതിനെ വിമർശിച്ചുകൊണ്ട് എതിർഭാഗത്ത് നിൽക്കുന്നവരെ, ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ പിന്താങ്ങിക്കൊണ്ട് ചില ആളുകൾ വരും. അത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം ഏർപ്പാടായി. ഇപ്പൊ പിന്നെ അതിന് കൂടുതൽ പ്രാധാന്യം അതിന് കൽപ്പിച്ചിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. ശരി, നന്ദി. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. KR സാജു ചേരുന്നു. സാജു, ഇപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ പോലും കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അൻവറിന്റെ വിഷയത്തിൽ മാത്രം, മറ്റുള്ള വിഷയങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളിലും നിലപാട് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പല വിഷയങ്ങളിലൂടെയും മനസ്സിലാക്കിയതാണ്. അപ്പൊ അൻവറിന്റെ വിഷയത്തിൽ പോലും ഒരു കൂടി ഇപ്പൊ KC വേണുഗോപാലിലാണ് തന്റെ വിശ്വാസം ഇല്ലെങ്കിൽ പ്രതീക്ഷ എന്നൊക്കെ PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൽ എത്രത്തോളം വിശ്വസിക്കേണ്ടതുണ്ട് അൻവറിനെ സംബന്ധിച്ച്? ഇല്ലെങ്കിൽ KC അങ്ങോട്ട് എത്തുമ്പോൾ നടക്കാൻ പോകുന്നത്, ആലോചിക്കാൻ ഇല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടി, കെ സുധാകരന്റെ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ കൂടി എന്ത് തീരുമാനത്തിലേക്കായിരിക്കും എത്തി നിൽക്കുക? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൽ KC വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എന്ന കാര്യമൊക്കെ വ്യക്തമാണ്. പക്ഷേ സംസ്ഥാനത്തെ UDF നേതൃത്വത്തിലെ ഘടകകക്ഷികളുടെ അതുപോലെ തന്നെ കോൺഗ്രസിലെ മറ്റ് നേതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ KC വേണുഗോപാലിനും ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് അൻവറിന്റെ ഇന്നത്തേതടക്കമുള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പരാമർശങ്ങൾ വിനയാകുന്നത്. ആ പരാമർശങ്ങളിൽ അൻവർ തന്നെ UDF-ന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ താൻ മത്സരിച്ച് കളയും, അവിടെ മമതാ ബാനർജി അടക്കമുള്ളവരെ ഇറക്കി പ്രചാരണം നടത്തും എന്നതടക്കം നടത്തുന്ന പരാമർശങ്ങൾ വെല്ലുവിളിയായിട്ട് മാത്രമേ UDF നേതൃത്വത്തിന് കാണാൻ പറ്റൂ. അങ്ങനെ ഒരാൾ വെല്ലുവിളിച്ച് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ UDF-ന്റെ ഘടകകക്ഷിയാക്കി മാറ്റുന്നു എന്ന പ്രഖ്യാപനം ആ നേതൃത്വത്തിന് നടത്താൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ UDF-നെ നയിക്കുന്ന കോൺഗ്രസ് നിരുപാധികം കീഴടങ്ങിയിരിക്കുന്നു എന്ന നിലയിലേക്കായിരിക്കും അത് വ്യാഖ്യാനിക്കപ്പെടുക. അവിടെയാണ് അൻവർ പറഞ്ഞതെല്ലാം തിരുത്തി പറഞ്ഞാൽ മാത്രമേ അൻവറിനെ UDF-ന്റെ ഭാഗമാക്കാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അൻവർ പറയുന്ന കാര്യങ്ങളിൽ പരാമർശങ്ങൾ ശരിയായ രീതിയിലുള്ളതല്ല എന്ന് അൻവറിന് വേണ്ടി വാദിച്ചിരുന്ന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ PMA സലാം അടക്കമുള്ളവർ പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഘട്ടത്തിലാണ് കെ സുധാകരൻ അൻവറിനെ നിരുപാധികം പിന്തുണച്ചുകൊണ്ട് അൻവർ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ ആകെ പ്രശ്നമാകും, ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നത്. അത് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വന്ന പൊതു സമീപനത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രശ്നമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ കെ സുധാകരനെ പറഞ്ഞു എന്നതുകൊണ്ട്, കെ സുധാകരൻ പരസ്യമായി പിന്തുണച്ചെത്തി എന്നതുകൊണ്ട് മാത്രം അൻവറിനെ കൂടെ കൂട്ടാൻ കഴിയില്ല. കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന വാഗ്ദാനം പാർട്ടി നൽകിയതാണ്, അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ അതിനിടയിൽ അൻവർ തന്നെ നടത്തിയ പരാമർശങ്ങൾ അത് സ്ഥാനാർത്ഥി
നിർണയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടത്തിയ പരാമർശങ്ങൾ ഏത് ചെകുത്താനെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റി ജനമധ്യത്തിൽ ഇടിച്ചു താത്തുന്നതാണ്. UDF-നൊപ്പം വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ UDF-ന്റെ നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെ പരാമർശങ്ങൾ നടത്തും? UDF-ന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവിനെതിരെ പരസ്യമായി പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരാളെ എങ്ങനെ UDF-ലേക്ക് നേരിട്ടെടുക്കും എന്ന ചോദ്യമാണ്. അയാൾ ആ പരാമർശങ്ങൾ തിരുത്തി പറയാതെ അയാളെ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ചോദിക്കുന്നത്. അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ കെ സുധാകരൻ സ്വീകരിച്ചത് എന്നുപോലും നമുക്ക് പറയാൻ കഴിയില്ല. കെ സുധാകരനും പറയുമ്പോൾ അൻവർ ഇന്നു പറഞ്ഞ കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ പാർട്ടി അൻവറിന് മുന്നിൽ ഒരു ഉപാധി വെച്ച് നിൽക്കുമ്പോൾ അൻവർ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഘടകകക്ഷികൾക്കിടയിലുമൊക്കെ ഉയർന്നു വരുന്നത്. ധന്യ. ശരി സാജു.